ഞാൻ ഒരു സാധാരണക്കാരനാണ്. ഒരു ഇതുപോലൊരു മലയോര മേഖലയിൽ താമസിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം, ഞാനിപ്പോ ദുരന്തങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണുന്നത് കൊണ്ട് എന്റെ കുന്നിന്റെ ഞാൻ താമസിക്കുന്ന മലയുടെ മുകളിൽ ഇതേപോലെ ഇതൊക്കെ സംഭവിക്കാം എന്ന് എനിക്കൊരു ചെറിയ ബോധ്യമെങ്കിലും ഉണ്ട്. അതില്ലാത്തവരൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഒട്ടും സംഭവിക്കില്ല എന്നുള്ളവരൊന്നുമില്ല. എല്ലാവർക്കും ആ റിസ്ക് ഒക്കെ അറിയാം. ഇപ്പോ ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്ട് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കാട്ടിനകത്ത് താമസിക്കുമ്പോൾ മൃഗങ്ങൾക്ക് ആക്രമണം ഉണ്ടാവാം എന്നുള്ളൊരു ഒരു ഭീതി ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് ഇതൊക്കെ അറിയാം. അപ്പോ ഒരു സർക്കാർ ഒരു സംവിധാനം എന്താണ് വേണ്ടത്? ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ പറയുമ്പോൾ ഇപ്പോ ഇത് ഈ പറഞ്ഞ നേരത്തെ ജംഷിദും പറഞ്ഞ പോലെ ഒരു അസസ്മെന്റ് നമ്മൾ നടത്തി. റിസ്ക് അസസ്മെന്റ് മാത്രമല്ല, നമ്മൾ ഒരു സംവിധാനം മുഴുവൻ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ഏർലി വാർണിംഗ് ഇപ്പോ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സെൽഫോൺ ഓഫ് ചെയ്തിട്ടാൽ പോലും ഓട്ടോമാറ്റിക്കലി ഈ വാർണിംഗ്സ് കൊടുക്കുന്ന തരത്തിലുള്ള എർത്ത്ക്വേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഡിസാസ്റ്റർ വരുമ്പോഴോ വാർണിംഗ് കൊടുക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു വാർണിംഗ് നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. മെസ്സേജ് വഴിയോ അല്ലാതെയോ അല്ലെങ്കിൽ പ്രാദേശികമായ സംവിധാനങ്ങൾ വഴിയോ ഒരു വാർണിംഗ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്ന് രാത്രി ഇത്രയും മഴ പെയ്തു, ഇത്രയുമാണ് സാച്ചുറേറ്റ് ചെയ്ത് കിടക്കുന്നത്, നിങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണം എന്ന് പറയുകയാണെങ്കിൽ കുറെ പേരെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പോയി ഒഴിപ്പിച്ചെടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറണം എന്നില്ല, അത് കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ടാവും. അവരെയൊക്കെ ഒന്ന് പറഞ്ഞ് ബോധവൽക്കരിച്ചൊക്കെ കൊണ്ടുവരേണ്ടി വരും. 1-2 തവണ കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഒരു അവസ്ഥയാണ് മാറണം എന്നുള്ളത്. പക്ഷെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ അവിടെ ഈ മലയോര പ്രദേശത്തായതുകൊണ്ട് അവർക്ക് ഒന്നീ നടന്ന്, അല്ലെങ്കിൽ അവർക്ക് വണ്ടികൾ ഉണ്ടാവാം, ഒരു ജീപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ നാല് പേർ ചേർന്നിട്ട് ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ ഒരു രീതി കേരളത്തിലുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അവര് അങ്ങ് വരും. അപ്പൊ വരുമ്പോ ഇവിടെ ഒരു മുന്നൊരുക്കങ്ങൾ വേണം. ഇവിടെ ഈ താഴെയുള്ള പ്രദേശങ്ങളിൽ, ഈ ബാധിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ, സുരക്ഷിതമായ പ്രദേശങ്ങളിൽ താമസിപ്പിക്കാനുള്ള താൽക്കാലിക അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാന പണി. ഇവർ വരിക എന്നുള്ളത്, കുറെ പേര് വരും, ബാക്കിയുള്ളവർ കൊണ്ടുവരിക എന്നുള്ളത്. ഈ സംവിധാനം എവിടെയാണ് കേരളത്തിൽ ആക്ച്വലി ട്രയലെങ്കിലും ചെയ്തിട്ടുള്ളത്? ഒരു മോക്ക് ഡ്രില്ലെങ്കിലും ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്നും അത് അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വേണം പെരുമാറാനെന്നുള്ളത് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് 5 വർഷമായില്ലേ? 2019 നമ്മൾ കവളപ്പാറയിലും പുത്തുമലയിലും കണ്ടു കഴിയുമ്പോൾ പിന്നെ 5 വർഷമായില്ലേ? ഈ 8-ാം തീയതി അതിന്റെ 5ാം വാർഷികവും കൂടിയാണ്. 8-ാം തീയതി 5ാം വാർഷികവും കൂടെയാണ്. ഇതേ കാലയളവിലാണ് സംഭവിച്ചത്, ഇതേ പീരീഡാണ്. അപ്പോ ഇതൊരു അനാസ്ഥയല്ലേ? ഇതൊരു ഫെയിലിയർ അല്ലേ സിസ്റ്റത്തിന്റെ? ഇങ്ങനെ താമസിക്കുന്നവർ പാവപ്പെട്ടവരായതുകൊണ്ടോ അല്ലെങ്കിൽ വിലയില്ലാത്തവരായതുകൊണ്ടാണ് കാടിന്റെ അടുത്തും മലയുടെ മുകളിലും ഒക്കെ താമസിക്കുന്നത്. റിസ്ക് എടുക്കാൻ പറ്റാത്ത നല്ല കാശുള്ളവർ അതല്ലാതെ സ്ഥലങ്ങളിലൊക്കെ മാറിപ്പോയിട്ടുണ്ടാവാം. ഇത് നോൺ ഡിസ്ക്രിപ്റ്റ് ആയിട്ടുള്ള കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. ഒരു സംവിധാനം അത്തരത്തില് മനുഷ്യർക്ക് വില കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ അത് ഞാൻ കാണുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കളക്റ്റീവ് അപ്പാത്തി ടുവേർഡ്സ് സച്ച് പീപ്പിൾ ആൻഡ് ഒരു അലക്ഷ്യമായിട്ട് തന്നെയാണ് വേണമെങ്കിൽ പറയാം ഈ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെ അല്ലെങ്കിൽ ഈ ദുരന്തം ഇങ്ങനെ ആയിരിക്കില്ല. മഴ പെയ്യും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ഇതിന് പിന്നെ നമ്മൾ പറയുന്നത് പോലെ തന്നെ എല്ലാ ലാൻഡ് സ്ലൈഡും മഴ പെയ്യലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുരന്തങ്ങളും നമ്മൾ വികസനം കൊണ്ടുവന്നത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേരുടെ ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ട് എല്ലായിടത്തും അങ്ങനെ പറയാൻ പറ്റില്ല. പഠിച്ചു കഴിയുമ്പോൾ അതൊക്കെ പറയാൻ പറ്റും. നമ്മൾ കവളപ്പാറയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആ മുത്തപ്പൻ കുന്നിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാറിയുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ സ്ഥലമായി അല്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ എന്താണ് ഇമ്പാക്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാൻ പാടില്ലാത്ത ഒരുപാട് ടൂറിസം റിസോർട്ട്സ് ഉണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പൊ അവിടെ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കും. ഈ മഴക്കാലത്ത് അങ്ങനെ വന്ന് താമസിക്കാൻ പാടില്ല എന്നുള്ളൊരു വാർണിംഗ് സിസ്റ്റം വേണ്ടേ? പഞ്ചായത്തുകൾ അത് അറിയണ്ടേ? ഇല്ലീഗലായിട്ട് പല ടൂറിസ്റ്റ് റിസോർട്ട്സും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ താഴെ എവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് റിസോർട്ടായിട്ടുള്ള ബോച്ചേര ടൂറിസ്റ്റ് റിസോർട്ട് വരാൻ പോകുന്നത്? ഒന്നും വേണ്ട. ഏറ്റവും വേസ്റ്റ് കേസ് പറയുക, ഈ അടുത്ത കാലത്ത് അപ്രൂവ് ചെയ്ത പരിസ്ഥിതി സമിതിയുടെ അപ്രൂവൽ വരെ കിട്ടി, അപ്രൂവ് ചെയ്ത്
നടപ്പാക്കാൻ തുടങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന പദ്ധതിയാണ് ആ 900 കണ്ടിയിൽ നിന്ന് നമ്മള് സ്വർഗമലയിലേക്ക് സ്വർഗം കുന്നിലേക്ക് ഉള്ള 6.9 കിലോമീറ്റർ നീളം വരുന്ന ടണൽ റോഡ് എന്ന് പറയുന്ന 4 വരി ടണൽ റോഡ് ഈ മല തന്നെ തുറന്ന്, അതായത് ഈ പോത്തുമലയ്ക്ക് മലയെന്ന് ഒരു 2 കിലോമീറ്റർ വരില്ലേ, മറ്റേ നമ്മുടെ ഇപ്പൊ നടന്ന മുണ്ടക്കൈ നിന്നാണെങ്കിൽ ഒരു 4.5 കിലോമീറ്റർ താഴെ വരുള്ളൂ. ഈ പറഞ്ഞ മല തുരന്നുള്ള ടണൽ ഉണ്ടാക്കാൻ പോകുന്നു. ഇത്രയും ഫ്രജൈൽ ആയിട്ടുള്ള, ഇത്രയും ഡിസാസ്റ്റേഴ്സ് കാണുന്ന ഒരു സ്ഥലത്ത് ഇതെങ്ങനെയാണ് ചെയ്യാനായിട്ട് ചിന്തിക്കുക, എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നത്? അപ്പോ ടോപ്പ് തൊട്ട് ഞാനത് സ്പെസിഫിക്കലി പറയാം. അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിലെ മുഖ്യമന്ത്രി തൊട്ട്, ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്ന മന്ത്രിമാർ തൊട്ട്, ബ്യൂറോക്രസി തൊട്ട് താഴോട്ടുള്ള ആർക്കും ഇക്കോളജിക്കലി അവര് ലിറ്ററേറ്റ് അല്ലെങ്കിൽ, സെൻസിറ്റീവ് അല്ലെങ്കിൽ, ലിറ്ററേറ്റ് അല്ലെങ്കിൽ, ഹൈഡ്രോളജിയെ കുറിച്ചുള്ള വിവരം അല്പമെങ്കിലും അവർക്കില്ലെങ്കിൽ, ഒരു ടോപ്പോഗ്രാഫി എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യർ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിച്ച് മരിക്കും എന്നുള്ളതാണ്.